എന്തോന്നാ ചേട്ടാ ഇത്? ചേട്ടൻ ഭാര്യയെ മാഡം എന്നാണോ വിളിക്കുന്നേ? ചേട്ടനെ തിരിച്ച് സാറെന്ന് വിളിക്കുമായിരിക്കും അല്ലേ? അതെ, പരിഹാസമൊന്നും വേണ്ട. എന്റെ ഭാര്യയെ എന്റെ അനിയന്റെ ഭാര്യയെ പോലെ വീട്ടിൽ കുത്തിരിപ്പല്ല, അടുക്കള പണിയല്ല. ചീഫ് എഞ്ചിനീയറാ, ചീഫ് എഞ്ചിനീയർ. ഞാൻ ബഹുമാനിക്കും. അതിന്റെ പേര് ഞാൻ കൊച്ചാവുന്നെങ്കിൽ അങ്ങ് കൊച്ചായിക്കോട്ടെ. അരവിന്ദേ, വിട്ടുകളാ. ആ മോളെ, ഇത്തവണ നമ്മളെ ഭദ്രകാളി ക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന ഉത്സവം നടത്താൻ പോവുക. അതിന്റെ ഒരു ആലോചനയിലായിരുന്നു ഞങ്ങള്. ശരി, ആയിക്കോട്ടെ. ചർച്ച നടക്കട്ടെ, ഉത്സവം നടക്കട്ടെ. എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഞാനൊന്ന് മേഡം, ഞാനും വരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. രാവിലെ 7 മണിയാവുമ്പോഴേക്കും പരമാവധി എല്ലാവർക്കും അമ്പലത്തിലേക്കൊന്ന് പോവാം. വാ ഗോവിന്ദ. സത്യം പറഞ്ഞ പതിറ്റാണ്ടുകളായി തൃക്കണ്ണൂർ ദേവീക്ഷേത്രത്തിലെ ഉത്സവം മുടങ്ങിക്കിടക്കാണെന്ന് അറിഞ്ഞപ്പോ മുതല് എനിക്കെന്തോ വല്ലാത്തൊരു വിഷമമായി. മേഡത്തിന് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും ആ കാര്യത്തിൽ വിഷമമുണ്ട്. ഞാനൊക്കെ ജനിച്ചതിന് ശേഷം അവിടെ ഉത്സവം നടന്നിട്ടില്ല. കുടുംബദേവതയായിട്ട് കാണുന്ന ഭഗവതിയുടെ തിരുവുത്സവം മുടങ്ങിക്കിടക്കുന്നത് കുടുംബത്തിന് തന്നെ നാശമാണെന്നേ. മേഡം പറഞ്ഞത് എത്ര ശരിയാണെന്നറിയോ? അതിൻ്റെതായ പ്രശ്നങ്ങള് ഈ കുടുംബത്തിലുണ്ട്. ഭദ്രകാളിക്ക് തൃപ്തിയാകും വിധത്തിൽ ഉത്സവം നടത്തിക്കഴിഞ്ഞാൽ തന്നെ കുടുംബത്തിന്റെയും നാടിന്റെയും നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചു വരുമെന്ന് ഉറപ്പിക്കാം. അത് തന്നെ. അതിനല്ലേ അച്ഛനിപ്പോ പഴയ സുഹൃത്ത് പരമേശ്വരൻ അങ്കിളിനെയും കൂട്ടി മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അച്ഛന്റെ നേതൃത്വത്തിൽ ഉത്സവം നടത്താനുള്ള അനുമതിയും സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. ആഹാ, അത് സൂപ്പറായല്ലോ. സുപ്രീം കോടതിയുടെ ഓർഡറൊക്കെ ആകുമ്പോ ഇനി അതിനു മേലൊരു അപ്പീലും വരാനില്ല. എന്തായാലും ഇത്തവണത്തെ ഉത്സവം പൊടി പൊടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്റെ ഒരു വല്യച്ഛനുണ്ടായിരുന്നു, സമ്പന്നൻ. നാട്ടിലെ വലിയ പ്രമാണിയോ. കൃഷിയും ബിസിനസ്സൊക്കെയായി വലിയ നിലയിൽ താമസിക്കുന്ന ആളാ. ഇതുപോലൊരു അമ്പലം, അതൊരു മഹാദേവ ക്ഷേത്രമായിരുന്നു. മുടങ്ങിക്കിടന്നിരുന്ന ഉത്സവം ഏറ്റെടുത്ത് നടത്താനുള്ള ഭാഗ്യം കിട്ടിയത് എന്റെ വല്യച്ഛനാ. മുജ്ജന്മ സുഹൃതം എന്നല്ലാതെ എന്ത് പറയാനാ. ഭാഗ്യവാൻ. ഉത്സവം എന്നൊക്കെ പറഞ്ഞ അതായിരുന്നു 10 ദിവസം. ഇപ്പൊ മനസ്സിൽ ഉത്സവം എന്ന് കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് മഹാദേവ ക്ഷേത്രത്തിൽ വലിയച്ഛൻ നടത്തിയ ഉത്സവത്തിന്റെ ആഘോഷോ. അച്ഛനും അങ്ങനെയാ പറയുന്നത്. ഒരു കാലവും മറക്കാനാവാത്ത വിധം ഭദ്രകാളി ദേവിയുടെ ഉത്സവം കെങ്കേമമാക്കണമെന്ന്. അരവിന്ദന് ഫ്രീ ടൈം ഉള്ളപ്പോ പറഞ്ഞാ മതി, നമുക്കേ വലിയച്ഛനെ പോയൊന്ന് കാണണം. അതിനെന്താ, മേഡം പറഞ്ഞു. ഞാൻ എപ്പോഴും ഫ്രീ അല്ലേ. മേഡത്തിന്റെ സമയം നോക്കിയാ മതി. ആ വലിയച്ഛൻ എവിടെ താമസിക്കുന്നേ? നേരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോ വെയ്യൂർ ജയിലിലേക്ക് മാറ്റിയെന്നാ മമ്മി പറഞ്ഞത്. അയ്യോ, ജയിലിലോ? അതെന്താ, അരവിന്ദ് ജയിലെന്ന് കേട്ടിട്ടില്ലേ? അതല്ല, സമ്പന്നനാണ് പ്രമാണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ ജയിലില്? ജയിൽ സൂപ്രണ്ട് ഒന്നുമല്ല, പിടിച്ചകത്തിട്ടേക്കുവാ. എത്ര വലിയ സമ്പന്നനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഉത്സവം നടത്തിയതോടെ ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി. മക്കളെല്ലാം വഴിയാധാരമായി. കടവും കടത്തിന്മേൽ കടവുമായി. വലിയച്ഛന്റെ മൂത്ത മകൻ നല്ലൊരു കുടുംബത്തിൽ നിന്നാ പെണ്ണ് കെട്ടിയിരുന്നെ. എനിക്കറിയാം ആ പെണ്ണിനെ. നല്ല മിടുക്കി കൊച്ച്, സുന്ദരി. അതിന് വലിയ എന്തോ ജോലിയും ഉണ്ടായിരുന്നു. പക്ഷേ കടം കയറിയതോടെ അവൾ അയാളെ കളഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. അരവിന്ദൻ അറിയോ, ഒടുവിൽ വലിയച്ഛന്റെ ആ മൂത്ത മകൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. ഓരോരുത്തരുടെ വിധി, അല്ലാതെ എന്തു പറയാനാ. മിക്കവാറും ഈ ഉത്സവം കഴിയുന്നതോടെ ആയിരപ്പറ കുടുംബത്തിന്റെ ഗതി അത് തന്നെയായിരിക്കും. ഞാൻ എന്റെ പാട് നോക്കിപ്പോ. അല്ല മേഡം, നമുക്ക് ഉത്സവം നടത്തണമെന്ന് പറഞ്ഞാലോ?
അതൊക്കെ അരവിന്ദിന്റെ ഇഷ്ടം. എന്തായാലും ആത്മഹത്യ ചെയ്യാനും പട്ടിണി കിടക്കാനൊന്നും ഞാനില്ല.